നമസ്തേ. സമാധിപാദത്തിലെ അവസാന സൂത്രത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. സൂത്രം 51. തസ്യാപി നിരോധേ സർവനിരോധാൻ നിർബീജ സമാധി. 49-50 സൂത്രങ്ങളിൽ ഋതംബരപ്രജ്ഞയുടെ സവിശേഷത പറഞ്ഞു വെച്ചു. ആ ഋതംബരപ്രജ്ഞയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങളെ കൂടി നിരോധിക്കുന്നതോടെ തസ്യാപി നിരോധേ, തസ്യാപി ആ ഋതംബരപ്രജ്ഞയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരങ്ങളെ കൂടി നമ്മൾ പറഞ്ഞതാണ്. ജന്മന ഉള്ള ചിത്തവൃത്തി വ്യുത്ഥാന സംസ്കാരം, ആ സംസ്കാരം പൂർണ്ണമായും ഇല്ലാതാകുന്നത് ഋതംബരപ്രജ്ഞയിലാണ്. കാരണം ഋതംബരപ്രജ്ഞ പ്രകാശിക്കുമ്പോൾ അവിടെ ഋതംബരപ്രജ്ഞ സംസ്കാരം രൂപപ്പെടും. അത് വ്യുത്ഥാന സംസ്കാരത്തെ ഇല്ലാതാക്കും. അപ്പൊ ഋതംബരപ്രജ്ഞയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഋതംബരപ്രജ്ഞ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നുണ്ട്. ആ സംസ്കാരവും ഇല്ലാതാവും. തസ്യാപി നിരോധേ. അതാണ് ആ ഋതംബരപ്രജ്ഞ സംസ്കാരങ്ങളെ നിരോധിക്കുന്നതോടെ സർവനിരോധാൻ എല്ലാ തരത്തിലുള്ള നിരോധത്തിലൂടെയും സർവ്വതിനെയും നിരോധിക്കുന്നതിലൂടെ നിർബീജ സമാധി ഉണ്ടാവും. ആലംബനരഹിതമായ ഒന്നിനെയും ആശ്രയിക്കാത്ത സമാധി ലഭിക്കും. ഋതംബരപ്രജ്ഞയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരത്തെ കൂടി നിരോധിക്കുന്നതിലൂടെ നിർബീജ സമാധിയിൽ എത്തിച്ചേരും. അതുതന്നെയാണ് അസംപ്രജ്ഞാത സമാധി, യോഗയുടെ പരമമായ ലക്ഷ്യം. സൂത്രം 50 ആണ് ഋതംബരപ്രജ്ഞയിൽ നിന്ന് ഉദ്ഭവിച്ച സംസ്കാര മുദ്രകളെ മറ്റ് സംസ്കാര മുദ്രകളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആ ഋതംബരപ്രജ്ഞാ സംസ്കാരവും ചിന്തയുടെയോ മറ്റു സംസ്കാര മുദ്രകളുടെയോ ഒരു വിത്തും അവശേഷിപ്പിക്കാതെ നിരോധിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും പരമമായ നിർബീജ സമാധിയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ സവിതർക്ക സമാധി, സവിചാര സമാധി തുടങ്ങിയ എല്ലാ സമാധികളും സബീജ സമാധികളാണ്. ആ സബീജ സമാധികളെയും വിട്ട് ഒരു ബീജവുമില്ലാത്ത നിർബീജ സമാധിയിലേക്ക് പ്രവേശിക്കും. അതാണ് യോഗയുടെ ലക്ഷ്യം. ഇത് ഏറ്റവും പരമമായ നിർബീജ സമാധിയാണ്. അസംപ്രജ്ഞാത സമാധിയിലേക്ക്, ജീവൻ മുക്തിയിലേക്ക് നയിക്കും. ജീവൻ മുക്തിയെ നേരത്തെ പറഞ്ഞതാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം പ്രാപിക്കുന്നതിനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുക. രമണ മഹർഷിയൊക്കെ ഉദാഹരിച്ചതാണ്, ജ്ഞാനേശ്വരിയെ ഉദാഹരിച്ചതാണ്. ജീവൻ മുക്തരാണ് അവരൊക്കെ. എല്ലാ തരത്തിലുമുള്ള ചിത്തവൃത്തികളുടെയും പൂർണ്ണമായ അന്ത്യമാണ് നിർബീജ സമാധി എന്ന് വ്യാസൻ വിവരിക്കുന്നു. ഒരു വൃത്തിയോ പ്രജ്ഞയോ അവശേഷിക്കുന്നില്ല. യോഗസൂത്രം 4-ാം അധ്യായം കൈവല്യപാദത്തിൽ 29-ാം സൂത്രത്തിൽ പറയുന്ന ധർമ്മമേഘ സമാധി, സമാധിയുടെ വൈവിധ തലങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിൽ പറയുന്ന ധർമ്മമേഘ സമാധി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമാധി എന്ന് പറയുന്നത്. അതിനും അപ്പുറം യോഗയുടെ അന്തിമ ലക്ഷ്യമായിട്ടാണ് അസംപ്രജ്ഞാത സമാധിയെ കാണുന്നത്. ഈ അവസ്ഥ സവികൽപ്പത്തിനും നിർവികൽപ്പ സമാധിക്കും അപ്പുറമാണെന്ന് വാചസ്പതി മിശ്ര വ്യക്തമാക്കുന്നു. ഇത് ശുദ്ധമായ അവബോധമാണ്. കേവല ചിത്തത്തെയോ മാനസിക പരിഷ്കരണത്തെയോ പ്രജ്ഞയെയോ ആശ്രയിക്കുന്നില്ല. ഇത് പിന്നോട്ട് പോകാത്തതാണ്. ഒരിക്കൽ നേടിയാൽ മനസ്സ് സ്വയം പ്രവർത്തനം
പുനരാരംഭിക്കുന്നില്ല. പിന്നീട് ഒരു ചിത്തവൃത്തി വിശേഷങ്ങളും ഉണ്ടാകുന്നില്ല. അതീന്ദ്രിയ അനുഭവത്തിൽ നിന്നുള്ള ഋതംബര പ്രജ്ഞാമുദ്ര പോലും ഇല്ലാതാകുമ്പോൾ ബീജരഹിത സമാധി, നിർബീജ സമാധി എന്ന അവസ്ഥ വരുന്നു. അതാണ് യോഗയുടെ ലക്ഷ്യം എന്ന് സ്വാമി വിവേകാനന്ദനും വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ സമാധിപാദം അവസാനിച്ചു. ഈ അധ്യായം യോഗയുടെ അടിത്തറയായ ചിത്തവൃത്തി നിരോധ എന്നത് സ്ഥാപിച്ചെടുക്കുകയും സാധകനെ ചിത്തവൃത്തിയിൽ മുഴുകിയ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉയർന്നതും ബീജരഹിതവുമായ അസംപ്രജ്ഞാത സമാധിയിലേക്ക്, നിർബീജ സമാധിയിലേക്ക് നയിക്കുകയും ചെയ്യും. സൂത്രം 1 മുതൽ 4 വരെ യോഗ എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും പറയുന്നു. വൃത്തികളും അവയുടെ നിയന്ത്രണവുമാണ് 5 മുതൽ 12 വരെ സൂത്രങ്ങളിൽ പറയുന്നത്. വൃത്തികളുടെ തരങ്ങളും അവയെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും അവിടെ പറയുന്നുണ്ട്. 13 മുതൽ 16 വരെ അഭ്യാസവും വൈരാഗ്യവും സമാധിയുടെ തരങ്ങളും പറയുന്നു. 17 മുതൽ 17-18 സൂത്രങ്ങളിൽ സവിതർക്കം, നിർവിതർക്കം, സബീജം, നിർബീജം സമാധികളെക്കുറിച്ചും മനസ്സിനെ നിശ്ചലമാക്കാനുള്ള രീതികൾ 19 മുതൽ 39 വരെയുള്ള സൂത്രങ്ങൾ പറയുന്നു. ഭക്തി, പ്രാണനിയന്ത്രണം, ധാരണ തുടങ്ങിയ അവയാണ് അവിടെ പറയുന്നത്. ഈശ്വര പ്രണിധാനം. 30 മുതൽ 32 വരെ സൂത്രങ്ങളിൽ ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ, ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെക്കുറിച്ചും അവയെങ്ങനെ പരിഹരിക്കാം എന്നും പറയുന്നുണ്ട്. 40 മുതൽ 51 വരെ നിർബീജ സമാധിയിലേക്കുള്ള യാത്രയാണ് വിവരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിർബീജ സമാധിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ധ്യാനാത്മകതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണത്. അവിടെ ഏറ്റവും സൂക്ഷ്മമായ സംസ്കാരങ്ങൾ പോലും ലയിക്കും, ഇല്ലാതാവും. ഈ പ്രക്രിയ പഞ്ചകോശങ്ങളിലൂടെയുള്ള വേദാന്ത യാത്രയ്ക്ക് സമാന്തരമാണ്. സമാധിപാദം കാരണശരീരത്തെയും വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങളെയും സംബന്ധിച്ചുള്ളതാണ് എന്ന് പറയാം. 2-ാം അധ്യായം സാധനാപാദം ഇതിൻ്റെ പ്രായോഗിക തലമാണ്. സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്.